ശരി ഫാദർ ജോഷി മയ്യാറ്റിൽ ആരൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് ഇപ്പോൾ കാണിക്കുന്നത്? സർക്കാർ ചില നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്ന് ഒരു തോന്നലുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുനമ്പം സമരത്തിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സമരപ്പന്തലിൽ വന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം ഇരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സ് മുനമ്പം ജനതയ്ക്കൊപ്പമായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടുണ്ടോ ഇപ്പോൾ? മഞ്ജുഷേ, മുനമ്പം ജനതയോടൊപ്പം ഇരിക്കാതെ ഇവർക്കൊന്നും നിവൃത്തിയില്ല. അത് ഗതികേട് കൊണ്ടുള്ള ഒരു ഇരിപ്പാണ്. ആത്മാർത്ഥതയുള്ള ഇരിപ്പായിരുന്നെങ്കിൽ എത്രയോ മുൻപേ ഇത് നടക്കേണ്ടതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2009 ജൂൺ 24 മുനമ്പം വഖഫാണെന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചത്. ഈ വഖഫ് ബോർഡിനകത്ത് അപ്പോഴും UDF അംഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അന്ന് അത്തരമൊരു ഓർഡർ വന്നപ്പോൾ UDF അംഗങ്ങൾ അതിനെ എതിർത്ത് പുറത്തു വരായിരുന്നത്? എന്തുകൊണ്ടാണ് അന്ന് UDF ഇതിനെതിരെ ശക്തമായി പുറത്തു വരായിരുന്നത്? 2019 ഇത് രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കുന്നു. എന്തുകൊണ്ടാണ് അന്ന് UDF അംഗങ്ങൾ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF എന്തുകൊണ്ടാണ് അന്ന് പുറത്തു വരായിരുന്നത്? 2022 കരമടക്കാൻ ചെന്നപ്പോൾ അവിടെ ഉടമസ്ഥാവകാശം ടൈറ്റിൽ മാറിപ്പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അന്ന് പുറത്തു വരായിരുന്നത്? അപ്പോ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കാം എന്ന് പറയുന്നത് സത്യമായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് സർ ഒരു 10 അല്ലെങ്കിൽ 2 സെക്കൻഡ് നിയമസഭയിൽ നിങ്ങൾ ഇവിടെ മുനമ്പത്ത് വന്നിരുന്നു പറഞ്ഞിട്ടും എന്താ ഗുണം? അല്ല, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വന്നിരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ ഫാദർ ജോഷി മയ്യാറ്റിൽ മുനമ്പം ജനത എന്തുകൊണ്ട് ചോദിക്കാൻ മടിക്കുന്നു? താങ്കൾ ഇവിടെ വന്നിരുന്നത് കൊണ്ട് എന്ത് കാര്യം? ഞങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചത് കൊണ്ട് എന്താണ് കാര്യമുള്ളത്? അതല്ലല്ലോ വേണ്ടത്. എന്താണ് ഈ 10 മിനിറ്റ് ഫോർമുല എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ വയ്യായിരുന്നു? ചോദിച്ചതാണ്. മുനമ്പം ജനത കൃത്യമായി ചോദിച്ചതാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പ്രസംഗത്തിനും ഒരു തർക്കത്തിനും ഒരു വാഗ്വാദത്തിനും ഇന്ന് ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനദിനം, അതിന്റെ പാവനത, പുണ്യം, അത് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ അങ്ങേയറ്റം ജാഗ്രത പുലർത്തി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വഖഫ് എന്നുള്ളൊരു വാക്കുപോലും അവിടെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ സാമാന്യ ജനം കാണുന്നുണ്ടല്ലോ. എന്ന് മാത്രമല്ല, നോക്കൂ, വഖഫല്ല എന്ന് പറയുന്നത് സത്യമാണ്. ഇത് ഞങ്ങൾക്കറിയാം. അതിന് പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട്. പക്ഷേ അദ്ദേഹം ആ നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും? ഫാദർ ഇന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചില്ല, കാരണം ഇന്ന് പ്രസംഗിക്കുവാനുള്ള ഒരു അവസരമില്ലായിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വഖഫ് അല്ല എന്ന് തന്നെയാണോ പറഞ്ഞിട്ടുള്ളത്? അല്ലല്ലോ. ഏതായാലും മുനമ്പത്ത് വന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വഖഫ് അല്ല എന്ന് തന്നെയാണ്. അതിനുശേഷമോ അവിടെയാണ് അദ്ദേഹം അത് പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത്. പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ പോലും ഞാൻ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കുന്നയാളാണ്. പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ വഖഫ് ഭൂമിയാണ് എന്നുള്ള രീതിയിൽ നിയമപരമായി അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് ഓർക്കണം. അവിടെ അത് പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ വഖഫ് ക്ലെയിം പരിശോധിച്ച് അത് വഖഫ് അല്ല എന്ന് തെളിയിക്കണമെന്ന് വേണമെങ്കിൽ ഒരു യുക്തി ഭദ്രമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോ അവിടെ വെച്ച് വഖഫ് അല്ല എന്ന് പറയാനുള്ള തന്റെ ഇടം, ആർജവം അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു പൊളിറ്റീഷ്യന്റെ ഗതികേടാണത്. അത് ഒരു പ്രത്യേക വിഭാഗം കൂടുതലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴും ആർജവത്തോടുകൂടി അത് വഖഫ് അല്ല എന്ന് പറയാൻ കഴിവുള്ള തന്റെ ഇടമുള്ള രാഷ്ട്രീയക്കാര് ഇന്നില്ലാതെ പോകുന്നു മഞ്ജുഷേ. അത് നമ്മുടെ ഗതികേടാണ്. അതോടൊപ്പം സർക്കാരിന്റെ നിലപാട് ഇത് ശരിയാണല്ലോ. സർക്കാർ കോടതിയിൽ അങ്ങനെ മടിയൊന്നുമില്ല. ഞങ്ങൾ എവിടെ വെച്ചും പറയുന്നത് ഇത് വഖഫ് അല്ല എന്ന് തന്നെയാണ്. ഏത് സമുദായമായാലും ഏത് വോട്ട് ബാങ്ക് ആണെങ്കിലും ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒരു തർക്കവും വേണ്ട അതിന്. ഏതായാലും മഞ്ജുഷ് ഇപ്പൊ എന്നോട് ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. ജിജി പ്രതിപക്ഷ നേതാവിനെ റെപ്രസെന്റ് ചെയ്യാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായി. സോറി ഞാൻ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ. അല്ല, അദ്ദേഹം BJP ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ് അല്ലേ ഫാദർ ജോഷി മയ്യാറ്റിൽ? അപ്പോ BJPയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നാള് ഞങ്ങളോട് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ
ഇക്കഴിഞ്ഞ പാർലമെന്റിൽ നിങ്ങളത് പാസ്സാക്കിയെടുക്കുമെന്ന് ശക്തനായ അമിത്ഷാ വരെ പറഞ്ഞിട്ട് ഞങ്ങൾക്കെല്ലാം വലിയ പ്രതീക്ഷ തന്നിട്ട് അവസാനം അത് അടുത്തതിലേക്ക് മാറ്റിവെച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ നിരാശയുണ്ടായി അക്കാര്യത്തില്. അതില് അത് ഒരു മറയുമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ വളരെ പ്രതീക്ഷ വെച്ചാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, വഖഫ് ആക്ട് അങ്ങേയറ്റം പ്രശ്നം നിറഞ്ഞ ഒന്നാണ്. അത് മുനമ്പത്തിന്റെ മുനമ്പംകാരുടെ അടിസ്ഥാന പ്രശ്നം വഖഫ് ആക്ട് തന്നെയാണ്. അത് ശരിയാണ്. പക്ഷേ സർക്കാർ മറ്റു ചില ഫോർമുലകളാണല്ലോ സ്വീകരിച്ചു വരുന്നത്. അതിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ ഈ കോടതിയിൽ പോയി ഇവിടെ കരം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ പറയാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയാണ്, നേരത്തെയുള്ള ഉത്തരവുകളിലെ അപാകത പരിഹരിക്കാതെ അങ്ങനെ പോയി പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ടാകാനാണെന്ന്. സർക്കാരിന് പ്രയോജനമുണ്ടല്ലോ, സർക്കാരിലേക്ക് പണം കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് നിയമസഭയിൽ അന്നും പറഞ്ഞല്ലോ ഇവര്. അപ്പോ അന്ന് കരമടക്കാനായിട്ട് അനുവാദം കിട്ടി മുനമ്പം ജനതയ്ക്ക്. അപ്പൊ ചോദ്യം ഉയർന്നു, UDF തന്നെ ചോദ്യം ഉയർത്തി, വഖഫ് ഭൂമിയിൽ എന്തുകൊണ്ട് ഇവര് കരമടക്കാൻ അനുവദിക്കുന്നു? അപ്പോൾ ഉത്തരം എന്തായിരുന്നു? അത് കരമടക്കുക എന്നുള്ളത് ഉടമസ്ഥാവകാശവുമായി ബന്ധമില്ല. കരമടക്കാൻ ഞങ്ങൾ അനുവദിച്ചത് റവന്യൂ വരുമാനം കുറയാതിരിക്കാനാണെന്ന്. അത്രയൊക്കെ ഉള്ളൂ. സർക്കാരിലേക്ക് പണം കിട്ടുന്നതിന് വേണ്ടി, അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ